ജനങ്ങൾ രാഹുലിനൊപ്പം. കഴിഞ്ഞ 34 ദിവസമായി ജനങ്ങൾ രാഹുലിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന് നിയമസഭയിലെത്തുവാൻ സാധിച്ചു, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തിരികെ എത്താൻ സാധിച്ചു, MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരികെ എടുത്ത പദവികൾ നൽകിയിട്ടില്ല എങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇതുവരെ ഒരാളെ അവർ നിയമിച്ചിട്ടില്ല. അതിനുള്ള അണിയറയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഒരാളെ കൊണ്ടുവന്നാൽ ജനരോക്ഷം തങ്ങൾക്കെതിരെ തിരിയും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും ദിവസം അടങ്ങിയിരുന്നത്. എന്നാൽ എത്രയും വേഗം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇവരുടെ ഏതെങ്കിലും ഒരു പിണിയാളെ, ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ നിയോഗിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ആ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഒരു തീരുമാനമില്ലാതെ കണ്ട് അനന്തമായിട്ട് നീണ്ടുപോവുകയാണല്ലോ. അല്ല, അത് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നം തീർക്കാൻ അവർക്ക് മനസ്സ് കാണത്തില്ല. അവന്മാർ ഇവനെ തീർക്കാന്നോർത്ത് കൊണ്ടുവന്ന സാധനം അന്നേരം അത് പാളിയപ്പോ അതിന്റെ വിഷമം അന്നേരം, അതായത് അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു പ്രശ്നം ലോകം മുഴുവൻ തള്ളിക്കളും. ഈ ചാനലിലൂടെ ആവാലപ്പെടുത്ത ജനങ്ങളും ഈ ഫേബ്രിക്കേറ്റഡ് ന്യൂസ് ആണ്, ഇതിലൊരു കഥയുമില്ല. ഇത് ഈ പ്രസ്ഥാനത്തെ, ആ പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ജനങ്ങളുടെ ശാപമായ ചിലർ ഉയർത്തിക്കൊണ്ട് വന്ന സംഭവം. ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഒറ്റ പണിയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പണി ഇതിനകത്ത് ഒക്കത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ 10 വർഷമായിട്ട് UDF ഇരിക്കുന്ന ഘടകകക്ഷി അവരെ പോലും അധികാരത്തിലെത്താതെ വഴിയാധാരമാക്കുന്ന ഈ ഒരു പരിപാടിയാണ്. മുസ്ലിം ലീഗ് നേരെ ഇവന്റെ പെടലിച്ച് പിടിച്ചാൽ ഇവൻ തലയും കുത്തി വീഴും. ഹൈക്കമാൻഡ് ലോ കമാൻഡും എല്ലാം ഇവരുടെ കാൽക്കൽ വീഴും. അതായത് സതീശനോ രമേശനെയോ KC വേണുഗോപാലിനെയോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളില്ല, ഒരൊറ്റ തീരുമാനം അവരെടുത്താലുണ്ട്. തൂച്ചിട്ട് വളർന്നു കത്തുന്ന പോലെ. പക്ഷെ ഒരു കാര്യം മനസ്സിലായോ? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവർ CPM-ഉമായിട്ട് ഒരു LDF-ലേക്ക് ഒരു ഘടകകക്ഷിയാണുള്ള ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇവന്മാര് ഇങ്ങനെ ശിഥിലമാകേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണ്. എന്നാലേ അവരൊരു 3-4 മാസം ഇതങ്ങ് മൂത്ത് ഇവന്മാരങ്ങ് അഴുകി കഴിയുമ്പോഴേ അവരെ ആ ഡിസിഷൻ പറയത്തുള്ളൂ. അവരതുകൊണ്ടാണ് അവർ മിണ്ടായിരിക്കുന്നത്. അവർ ഹാപ്പിയായി ഇപ്പം. അല്ല, അവരുടെ അത് ദീർഘവീക്ഷണത്തോടെ കാണാനുള്ള കണ്ണ് ഇപ്പുറത്തുള്ളവർക്ക് വേണം. അങ്ങനെ വന്നെങ്കിലേ ഇത് പരിഹരിക്കപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് എന്നേക്കുമായിട്ട് അസ്തമിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനെ മൊത്തത്തിൽ തൂക്കൽ അടങ്കല് ഇവൻ വിറ്റ് കഴിഞ്ഞ് ആ അടങ്കല് വിറ്റ് നമ്മളിപ്പോ ഈ ആക്രി വിലയ്ക്ക് ഒരു സാധനം എടുത്ത് വിറ്റ് കഴിഞ്ഞാല് അതിനെ എന്തിനാ കൊണ്ടുപോകുന്നത്, എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അവൻ ചിന്തിക്കൂല്ല. ആ ആറ്റിറ്റ്യൂഡാണ് ഈ കേക്കച്ചനും സംഘത്തിനും മനസ്സിലാക്കണം. അതായത് മൂന്നാമതും പിണറായിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ തരവഴിയും ചെയ്തിട്ട് ഉള്ള ചിക്കലിയും മേടിച്ച് അവൻ ഹാപ്പി ആയിട്ട് അവൻ ഇരിക്കുക. അവനെന്ത് അതെ സാറേ, അങ്ങനെയുള്ള പിശാചുക്കളെ എടുത്ത് പുറത്ത് കളഞ്ഞില്ലേ ഇത് പിന്നെ നശിക്കുകയല്ലേ. അതാ ഞാൻ പറയാം, അതിന് ആർജവുള്ളവർ മുന്നോട്ട് വരട്ടെ. അതിന് അവര് ഈ ഹൈ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡും ഇല്ലാത്തൊരു ഹൈ കമാൻഡ്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവന്മാർ ബന്ദിയാണ്. ഇന്ന് ഈ ഗാന്ധി ഫാമിലി എന്ന് പറയുന്നത് ഇവന്മാരുടെ അതെന്താണ് കാര്യം നമുക്കറിയത്തില്ല, ബന്ദികളാണ്. ഇതെല്ലാം തല കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ പുനലൂരിന്ന് സുധാകരൻ പിള്ളയെ വിളിക്കുന്നത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. തിരക്കായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ഇന്നിപ്പോ ഞാൻ വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ ഇല്ലയോ, അത് വിഷയം ചർച്ച ചെയ്യുന്നു. ഫോൺ സംഭാഷണങ്ങളെല്ലാം ഞാൻ കേട്ടു. നമുക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇവന്മാർ തമ്മിലുള്ള സതീശനും ഗിരീശനും എല്ലാം കൂടെ തമ്മിലുള്ള അവന്മാരുടെ ഈഗോ പ്രശ്നത്തിന് ഇയാളെ ഇരയാക്കി എടുത്തിരിക്കുന്നുള്ളതും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാം. പിന്നെ കുറച്ച് പേരത് പറയുന്നു, കുറച്ച് പേര് പറയുന്നില്ല. നിങ്ങളെ പോലുള്ളവർ പരസ്യമായിട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ച് പുറത്തുവിടുന്നു. ഈ ഒരാളിന്റെ പോലും വിവേകമോ ഈ സതീശനെ പോലുള്ള ഈ ചണ്ണി ജോസഫിനെ പോലൊക്കെ ഉള്ളവന്മാർക്ക് ഇല്ലാതെ പോയതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അതിവിദഗ്ധമായ മറ്റൊരു സംഭവം ഞാൻ പറയാം. ഇതിന്റെ ഇടയ്ക്ക് പറയല്ല, രാഹുലിന്റെ വിഷയം മാറ്റി വെച്ചിട്ട് പറയല്ല. ഈ അയ്യപ്പ സംഗമം തന്നെ ഇവന്മാർ സംഘടിപ്പിച്ചപ്പം ഈ വെള്ളാപ്പള്ളിയും ഗിള്ളാപ്പള്ളിയും ഈ സുകുമാരനും ഒക്കെ ചെന്ന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ ഉള്ളുകളി എന്താണെന്ന് സാർ അറിഞ്ഞിട്ടുണ്ടോ? ഈ സുകുമാരനാര് ഇപ്പം ചാടി വീണ് നായന്മാരുടെ പോപ്പായിട്ട് ഇയാൾ ചെന്നിരിക്കുന്നതിന്റെ ഒരു വലിയ രഹസ്യമുണ്ട് അതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ
ഇയാളുടെ മരുമകൻ, ഇയാളുടെ മൂത്ത മോള്, അവരുടെ കെട്ടിയവൻ, ഇയാളുടെ മരുമകൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 17 വർഷം ധനലക്ഷ്മി ബാങ്കിൽ ജോലി ചെയ്തു. അത് പിടിക്കപ്പെട്ടോടനെ ബാങ്കുകാർ ആ 17 വർഷമായിട്ട് ഇയാൾ കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കാനുള്ള നടപടിയെടുത്തു. നമ്മുടെ വാസവൻ ചേട്ടനും പ്രശാന്തും ഉൾപ്പെടെ ഉള്ളവരിടപെട്ട് ബാങ്കിനെ കൊണ്ട് ആ നടപടി നിർത്തിവെപ്പിച്ചു. നിർത്തിവെപ്പിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ധനലക്ഷ്മി ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ NSS ആണ്. കോടികളുടെ നിക്ഷേപം അവർക്ക് ഈ ബാങ്കിലുണ്ട്. ആ ബാങ്ക് അവരുടെ ആദ്യത്തെ ഭീഷണി ഈ നിക്ഷേപം ഒറ്റയടിക്ക് പിൻവലിക്കുമെന്നായിരുന്നു. കേസെടുത്താൽ, ഈ മരുമോന്റെ പേരിൽ കേസെടുത്താൽ ഈ നിക്ഷേപം പിൻവലിച്ച് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് പറഞ്ഞ് അവരെ കുടുക്കി. എന്നിട്ട് സകല ക്രിമിനൽ നടപടികളും എടുക്കാതെ ഇപ്പോഴും എടുത്തിട്ടില്ല. ഇപ്പൊ അത് എടുക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ ഇതിനകത്ത് ഈ അയ്യപ്പ സംഗമത്തോടുകൂടി ഇടപെട്ടു. ഈ കേസ് ഇപ്പൊ പൊടി തട്ടിയെടുക്കാൻ ചന്ദ്രശേഖർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ അടുത്ത മണിക്കൂറുകൾക്കകത്ത് നടന്ന സംഭവങ്ങളാ. അപ്പൊ ഇത് ഒതുക്കി, അയാളിപ്പം ബാങ്കിൽ ജോലിയില്ല, മകൾക്ക് ജോലിയുണ്ട്. സാറേ, അയാളുടെ കുടുംബത്തിൽ മുള്ളിത്തെറിച്ച ബന്ധത്തിലുള്ളവർ മുഴുവൻ അയാള് NSSന്റെ എല്ലാ സ്ഥാപനങ്ങളിലും നിയമിച്ചിട്ടുണ്ട്. ഇത് പുറത്തു പറയാൻ ഈ കൊണേശനെ പോലുള്ളവനെയൊക്കെ എടുത്ത് പോക്കറ്റ് വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? വെറും വലിയ ദുരുദ്ദേശമാണ്. ഞങ്ങളുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് ഈ കൊണേശൻ. ഇവന്മാരുടെ ഈ NSSനകത്തിരുന്ന്, ഞാൻ വിഷയം മാറുമല്ല, സാറ് ചിലപ്പോൾ അറിഞ്ഞോ ഇല്ലോ, ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. NSSനെ കുറിച്ചാണ് പറയുന്നത്, കാര്യം ശരിയാ. അപ്പൊ ഇവരുടെ കൊള്ളരാഴികളെ ചോദ്യം ചെയ്യുന്ന 300ഓളം ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ താലൂക്ക് പെരുന്നയിലുള്ളതില് വെറും 5-6 പേരേ ഉള്ളൂ ഇവന്റെ കൊള്ളരാഴിയെ ചോദ്യം ചെയ്ത്. 4 കേസ് കിടപ്പുണ്ട് മൊത്തത്തിൽ ഇവന്റെ എതിരെയായിട്ട്. ഈ സുകുമാരനായർ NSSനെതിരെ. അത് ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ചെയർമാൻ ആയിരുന്ന ഒരു TK നായരുണ്ട്. ഈ കൊള്ളരാഴിയെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്ത ആളാ. പിന്നെ ഒരു ഡോക്ടർ വിനോദ്, പിന്നെ പാലക്കാടുള്ള ഒരു ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്കറിയാം ഇവരെല്ലാം ഞാൻ ഫോണിൽ ചില സമയത്ത് കിട്ടുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ കൊള്ളരാഴിക, ഈ സുകുമാരൻ നായരും അതിന്റെ ശിങ്കിടികളും കൂടി ഇരുന്ന് കാണിക്കുന്ന കൊള്ളരാഴികളെ ചോദ്യം ചെയ്ത ഈ കലഞ്ഞൂർ മധു എന്ന് പറഞ്ഞ KN ബാലഗോപാലിന്റെ ചേട്ടൻ, മന്ത്രിയുടെ ചേട്ടന്റെ കലഞ്ഞൂർ മധു, അയാള് കോടീശ്വരനുള്ള അയാളൊന്നും ഒരു രൂപ വണ്ടിക്കൂലി പോലും വാങ്ങിക്കാതാണ് ഈ ഡയറക്ടർ ബോർഡിൽ പങ്കെടുത്ത് കൊണ്ടുവരുന്നത്. ഒന്നത്. രണ്ടാമത്, ഈ ഡയറക്ടർ ബോർഡ് തന്നെ 13 കമ്പനി ആക്ടും പ്രകാരം NSSന്റെ ഡയറക്ടർ ബോർഡ് അസാധുവാണ്. അതിനെതിരെയും കേസ് നടക്കുന്നുണ്ട്. അപ്പം പറഞ്ഞോണ്ട് വന്നേ, ഇവൻ ഈ രീതിയിൽ ഈ സമുദായത്തെ കൊണ്ട് കെട്ടിയത് ഇവന്റെ ആകാതിരിക്കണമെങ്കിൽ ഈ സംസ്ഥാന പിണറായിയുടെ സർക്കാരിന്റെ പിന്തുണ വേണം. അതുപോലെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതില് ഏത് നായരെ ഇയാള് ഈ പിന്തുണയ്ക്കാൻ പോകുന്നത്? മറ്റേ നെട്ടൂർ നായരെയാണോ, മാവേലിക്കര നായരെയാണോ, അതോ ആലപ്പുഴ നായരെയാണോ, അതോ തിരുവഞ്ചൂർ നായരെയാണോ? ശരിക്കും ഇവര് ഈ നായന്മാരെല്ലാം കൂടി കിടന്ന് തമ്മിലടിച്ച് ചാകാതിരിക്കുവാനായിട്ട് വേണ്ടി ആയിരിക്കത്തില്ലേ ചിലപ്പോ? എന്നാൽ ഇതിനേക്കാളും ഭേദം നമ്മുടെ പിണറായിയെ അങ്ങ് സഹായിച്ചേക്കാന്ന് വെച്ചത്. അല്ല, ഇവരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവന്റെ കുടുംബരക്ഷ മാത്രം ലക്ഷ്യമിട്ടാണ്. സാറേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മറ്റ് അവന്മാർക്ക്, ഇപ്പം അബിൻ വർക്കിയാണല്ലോ യഥാർത്ഥത്തിൽ അതിന്റെ സ്വാഭാവികമായിട്ടും അബിൻ വർക്കിയാണ് അതിന് അവകാശി. എന്തോ സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തോ സ്വാഭാവികതയാ? ഒരുത്തനെ വ്യാജ അപവാദം വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ കൂടെ നിന്ന് അവന്റെ ബാക്കി കൂടെ കയറ്റി കട്ടപ്പ എന്തോ ന്യായത്തിനകത്ത്. അല്ല, അവരെ നിയമിക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, ആ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തി 1ാം സ്ഥാനത്തെത്തിയ ഏറ്റവും കൂടുതൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളെ വെറും അപവാദത്തിന്റെ പേരിൽ പറഞ്ഞ് മാറ്റിവെച്ചിട്ട് മറ്റവൻ 2ാം സ്ഥാനമാണ് സ്വാഭാവിക നീതി. അതിനകത്ത് എന്ത് സ്വാഭാവിക നീതിയാണുള്ളത്? അല്ല, ഞാൻ സ്വാഭാവിക നീതി എന്ന് പറഞ്ഞത് ഇവരുടെ ആരോപണങ്ങളുടെ മുൻനിലയിൽ നിർത്തിക്കൊണ്ട് അതിന്റെ പകരം ഞങ്ങൾ പകരം ഒരാളിനെ നിയമിക്കാമെന്ന് അത് ഞാൻ പറഞ്ഞത് തന്നെ. അതിനും തർക്കം. 1,72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടത്.
അങ്ങനെയുള്ള ഒരാളെ എന്തിന്റെ ബേസിൽ നമ്മൾ ചോദിക്കുന്നതാണ്, പകരം എന്നുള്ളൊരു ഒരു ചോദ്യമല്ല ഇവിടെ വരുന്നത്. അയാളെ എന്തിന് അപവാദ പ്രചരണം നടത്തി മാറ്റിവെച്ചിട്ട് ഇപ്പോൾ തിടുക്കപ്പെട്ടത് അവിടെ ആളില്ല, ആളെ തിരിച്ചെടുക്കുന്നതാണോ നല്ലത്, അതോ യുവമാരുടെ ഏതെങ്കിലും റാൻമൂളികളെ ആക്കുന്നതാണോ നല്ലത്? അത് പാർട്ടിക്ക് എങ്ങനെ അഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. സാറ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാ. അങ്ങനെ പകരം ഒരാളിനെ നിയമിക്കാൻ പോലും ഇവന്മാർക്ക് കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ സാരം. അല്ല, പകരം എന്തിനു നിയമിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം. അതെ 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 അതെ. മിടുക്കനായിട്ടുള്ള ഒരുത്തനെ തെരഞ്ഞെടുത്തു. 1,79,000 പരം വോട്ടുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവൻ മിടുക്കനായിട്ട് അവൻ നന്നായിട്ട് പോകുമ്പോൾ അവനെ വെല്ലാൻ വേറെ ഒരുത്തനും ഇല്ലെന്നുള്ള സാഹചര്യത്തിൽ അവനെതിരെ വെറുതെ അപവാദ പ്രചരണം നടത്തി ഇവന്മാര് ശിക്ഷാ നടപടി എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത് എന്തിനെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തിനാന്ന് ചോദിച്ചാ സതീശന്റെ വെപ്പാട്ടിയെയാണ് ഇവൻ അടിച്ചു മാറ്റിയെന്ന് അവന്റെ ധാരണ. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇവളെ എപ്പോഴും നടിയെന്ന് പറഞ്ഞു. അവളെ യഥാർത്ഥത്തിൽ വെടിയെന്നല്ലേ. അവൾ ഈ ഓരോ ചാനലിലും ഇപ്പൊ അവളെ കുളിപ്പിക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പരാതി മനസ്സിലിട്ടേക്കുന്നു. അപ്പൊ ആരും പഴയതുപോലെ വിളിക്കുന്നില്ലെന്ന്. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവനെ ഒതുക്കി മാറ്റി നിർത്തി എന്റെ മുകളിൽ ആരും വേണ്ട എന്നുള്ള ഇവന്മാരുടെ ദുരുദ്ദേശം തന്നെയാണ് അതിന്റെ സത്യം. അതെല്ലാവർക്കും അറിയാം. ഞാനത് ആദ്യമേ പറഞ്ഞ ഇത് ലോകം മുഴുവൻ അറിയാം. പക്ഷെ അവനോട് കാണിച്ച ആ അനീതിക്ക് ഇവന്മാർ തീർച്ചയായിട്ടും കണക്ക് പറഞ്ഞേ പറ്റൂ. അതിന് യാതൊരു തർക്കവും ഇല്ല. ഞാൻ ഈ രാഹുലിന്റെ വീടിന് അടുത്തുള്ള ഒരു കക്ഷിയെ കണ്ട് 2 ആഴ്ചക്ക് മുമ്പ്. അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഈ വിഷയം എടുത്തിട്ട് ചോദിച്ചു. അപ്പൊ അവരുടെ വീടിനടുത്തുള്ള ചില അസൂയാലുക്കൾക്ക് ഇവനോട് ചില കലിപ്പുണ്ടെങ്കിൽ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇയാളുടെ വീടിനെ സംബന്ധിച്ച് അത് സ്വാഭാവികമല്ല. 2.5 കോടി രൂപ അവന്റെ 2.5 കോടി ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചാണ് അതിനകത്ത് കണ്ണടിക്കേണ്ട ആവശ്യം ധരിക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞോണ്ടെന്നെ അതിന്റെ അസൂയയിൽപ്പെട്ട 1-2 പേര് ഒരു കല്യാണ കൂട്ടത്തിൽ വെച്ചാണ് ഇവരെയൊക്കെ കണ്ട് വന്നപ്പോൾ സംസാരിച്ചത്. അന്നേരം അതിനകത്ത് 2-3 പേര് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പറഞ്ഞതുപോലെ അസൂയയുടെ പേര് അവന്റെ വളർച്ചയിൽ അസൂയ ഉള്ളവർ അവനെ കുറ്റപ്പെടുത്തിയെന്നല്ലാതെ മറ്റു പരിസരത്തുള്ളവരാരും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5-6 പേരെ നമ്മൾ കണ്ടപ്പോൾ ഈ വിഷയം സംസാരിച്ചപ്പോഴും ആരും തന്നെ അവനെ മോശക്കാരനായിട്ട് വേണ്ട. നമുക്കിപ്പോൾ അവരുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ സാറേ. നമ്മൾ അവന്റെ പ്രകടനം നേരിട്ട് കാണുകയും അതായത് ചർച്ചയിലൂടെയും മറ്റു കാര്യങ്ങളും പ്രസ്താവനയിലൂടെയും കണ്ട് അവനെ മനസ്സാ നമ്മൾ അറിഞ്ഞ വ്യക്തികളല്ലേ. പിന്നെ മറ്റവരുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ ഇവന്മാർ കാണിക്കുന്ന ഈ നീതികേട് അങ്ങേയറ്റം തെറ്റ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം അവന്റെ വെപ്പാട്ടിയായ പെണ്ണിനെ ഇവൻ അടിച്ചു മാറ്റി എന്ന ഒരൊറ്റ വാശിയും വൈരാഗ്യമാണ് സതീശന്, അല്ലാതെ വേറൊന്നും അല്ല. ഞാൻ ഈ തൊടുവഴിയെന്ന് ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്, വിധവയാണ്. ഞാൻ ആ മാങ്കൂട്ടത്തിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ്. ആ VD സതീശനെ എല്ലാരും കൂടെ കൂടിയിട്ട് പിടിച്ചേറ്റി അവന്റെ തലക്കെട്ട് അടിയും കൊടുത്ത് ഓടിക്കുക. അതാ നല്ലത്. VD സതീശനില്ലേ, അവനെ നാട്ടുകാരെല്ലാരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ പിടിച്ച് വലിച്ചിറക്കി അവന്റെ അടിയും കൊടുത്തുകൂടാ. അവന് കേട്ട് ഞങ്ങളുടെ തല പുകഞ്ഞു. അവൻ ചാറ്റും കൊടുക്കുക. അവന് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ കയറി ചെന്നിട്ട് അങ്ങ് വലിച്ചടിച്ചിട്ട് അവനെ പിടിച്ചടിച്ചിറക്കാം. എന്നാലേ ഈ കൊച്ചിനെ പിടിച്ച് ഇതാക്കുള്ളൂ. ഞാനൊരു കോൺഗ്രസ്സുകാരി തന്നെയാണ്. ഈ രാഹുലിനെ ഇവന്മാർ ഇവരെ പുറത്താക്കിയിട്ട് ഇവന്മാര് എന്തെങ്കിലും നേടാന്ന് വെച്ചാൽ അതന്നെയാണ് ചോദിക്കുന്നത്. നമ്മക്കടെ നാടില്ലാതെ കുട്ടിച്ചോറായി വരില്ല എന്ന് പറഞ്ഞ സങ്കടമുണ്ട്. ഇത് കേൾക്കുമ്പോ ഏങ്ങ കടിച്ച് നമ്മളിരുന്ന് ഇത് തന്നെ കേട്ട് ഞാനൊരു വിദേശയാണ്, വേറെ ആരുമില്ല, കൂട്ടുകാസ ഒന്നുമില്ലാത്ത സ്ത്രീ, ഇത് തന്നെ വെച്ച് കണ്ടിട്ടുണ്ട്. നാളെ ഈ VD സതീശനൊക്കെ എടുക്കണം. ഞങ്ങളുടെ വീടിന്റെ പട്ടയൊക്കെ ഒന്ന് തരാൻ പാടില്ലേ, അതുപോലും തന്നിട്ടില്ല. ആ കൊച്ചൊക്കെ കയറി വന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. ഈ VD സതീശനൊക്കെ ആണോ മിടുക്കൻ, ഈ രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാരാണോ മിടുക്കന്മാര്? നമ്മളെ കൊച്ചല്ലേ മിടുക്കൻ, ആ കൊച്ചല്ലേ മിടുക്കൻ. അപ്പനും ഇല്ല, പാവം ഒരു തള്ള, അതല്ലേ പോറ്റി ഇത്ര ആക്കി വിട്ട ആ കൊച്ചിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? നമുക്ക് മക്കളുള്ളതല്ലേ. നമുക്കിതൊക്കെ കേൾക്കുമ്പോ വേദനയുണ്ട്. ഈ രാഹുലിനെ ആരാ ഇല്ലാതാക്കാൻ നോക്കുന്ന? ആരൊക്കെയാ ഇല്ലാതെ ആക്കുന്നതാണ് ഈ VD സതീശനും ചെന്നിത്തലയും വേറെ ഏതോ. എനിക്ക് ഇതുകൊണ്ട് ഇന്ന് പേരറിഞ്ഞോടോ സാറേ. എഴുത്തുമാനുള്ള സ്ത്രീയാണ് ഞാൻ. എന്നെ അവിടെയുള്ളവന്മാര് 3-4 പേര് കൂടി, അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ.
ഒന്നാമത് TV ഒന്നുമില്ല, ഈ മൊബൈൽ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചോണ്ട് ഇരുന്ന് കണ്ടും കേട്ടോണ്ട് ഇരുന്ന് മനസ്സ് ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സ് ഭയങ്കര വിഷമാണ്. എന്ത് ചെയ്യാന്ന്, ഞങ്ങളിത് അവിടെയൊന്നും അടുത്തൊന്നും അല്ലല്ലോ. അപ്പൊ 10 പെണ്ണുങ്ങൾ കൂടുമ്പോൾ ആ കൂട്ടത്തിൽ കൂടാനും എടുക്കാനും ഞങ്ങൾക്ക് പറ്റാത്തൊരു സ്ഥലത്തല്ലേ ഞാൻ കിടക്കുന്നത്. അല്ല ഞാനൊക്കെ ഒപ്പം ഞാൻ പറഞ്ഞു, എന്ത് കാര്യത്തിനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇതാണ് സംഭവം. ഞാൻ പറയണ ബീഡി സതീശനെ ആദ്യം പിടിച്ച് കൽപ്പറ്റിലേക്ക് കയറിയിട്ട് അവന് വലിക്കി അടിച്ചിട്ട് പൊതിര കൊടുക്കണം, സത്യം തെളിയിക്കണം. അതെ വേണ്ടേ? ഏതായാലും നാടൊട്ടൊക്കെ ഒരു ദിവസം കൊണ്ട് ആർക്കും പുള്ളി ഉണ്ടാവില്ലല്ലോ. ഒരു പെണ്ണ് സമ്മതിക്കാതെ ഏതായാലും ഉണ്ടാവത്തില്ല. പിന്നെ ഇത് എന്തിനു ഇവൻ പറഞ്ഞുണ്ടാക്കണോ? അവനൊരു കൊച്ചു പയ്യനല്ലേ, അങ്ങനെ പോയി പൊക്കോട്ടെ. ഇവനെന്നെ വേഗം, ഇവനതിന്റെ ആവശ്യമില്ലല്ലോ. ഈ കൊച്ചിനെ ഇട്ടോണ്ട് ഇത് സ്വാതന്ത്ര്യമുള്ള കേസല്ലേ അവന്. അത് ഇവന് എന്തിനാ പോണ? ഇവനെ പോയിട്ടാണ് ഈ കാണാൻ. ജനങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ കേക്ക് കൊടുക്കുന്നതും കയ്യെ പിടിച്ചോണ്ട് ആട്ടിക്കൊണ്ട് നടക്കണം. ഏതാണ്ടൊക്കെ ചെവിയിലൊക്കെ പറഞ്ഞോണ്ട് നടക്കണുണ്ടായിരുന്നല്ലോ. ഇതൊന്നും ആരും പൊതുജനങ്ങളൊക്കെ ആയിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഭാഗാ. അവനെ പിടിച്ചാട്ടിയാൽ വലിച്ചെടുത്തിട്ട് അടിക്കാൻ നോക്കും. ഞാൻ ഇത്ര എനിക്ക് അറിവിന് ഞാൻ പറയുകയാണ്. അറിവ് ഇതൊന്നല്ല ഞാൻ പറയാനുള്ള ഒരുപാടുണ്ട്. TV-ക്കകത്ത് എനിക്ക് കാണുന്നില്ല, ഈ മൊബൈലിലല്ലേ. അത് കാരണം ഞാൻ എങ്ങനെ പറയാനും പറ്റും. അന്ന് സന്ധ്യക്ക് വീട്ടിൽ ഇരിക്കാൻ തന്നെ ഉള്ളൂ. എന്നാൽ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരനക്കമില്ല, ഒളിച്ചില്ലായിരിക്കുന്നല്ലേ. ഞാൻ അന്നേരം വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇറക്കി മുതൽ കൊടുത്തൊരു പെട്ടിക്കട ഇട്ടുണ്ട് ഇരിക്കുന്നതാണ്. മണ്ണാർക്കാട്ടുന്ന മുഹമ്മദ് ബാപ്പുവാണ്. രാവിലെ ഇന്ന് നിയമസഭയിൽ എത്തുന്നുണ്ടോ? എത്തിയിട്ടില്ല വരെ. സതീശൻ കണ്ട അഴിഞ്ഞു വരുന്നില്ല അല്ലേ? സതീശന് നമ്മൾ വിചാരിച്ച മാതിരി ഉണ്ടാകുന്നില്ല. ഈ സ്റ്റേജിലൊക്കെ പഴയ കാര്യം എന്തിനാ അവൻ പറയുന്നു? സുഖമില്ലാത്ത ഏർപ്പാടാണ് ഇതിൽ നിന്ന് വരുന്നത്. ജനങ്ങൾ കൈകാര്യം ചെയ്യണവന്, ശരിക്കൊരു തല്ല് കിട്ടണവന്, ഓന് ഈ പിന്നെ ദേശം എനിക്ക് നല്ല ഭംഗിയിൽ വന്നിരിക്കുക. വേറെ എന്താ അവനാ നിയമസഭയിലല്ലാതെ ഒന്നും പറയണില്ല. വെറുതെ പാർട്ടിനെ 6 മാസം ഇലക്ഷൻ ആകുമ്പോ അതിന് പരാജയപ്പെടാന് എന്താ പറയാ. നല്ലൊരു ചെക്കന് കാപ്പിയോനും ഇല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മെച്ചൊന്നും കിട്ടൂല. നമ്മള് വിചാരിക്കുന്നത് UDF അധികാരത്തിലെത്തണം എന്നാ. ഇവൻ ഈ കേക്കച്ചനും സംഘവും ഫ്രണ്ടിൽ നിന്ന് നയിച്ചാൽ UDF വരുമോ? വരില്ല, ഒരിക്കലും വരൂല. രമേശന് പോലും നിന്നാ വരൂല, ഒരിക്കലും വരൂല. കാരണം അത്രത്തോളം ഇവന്മാരെ ജനങ്ങള് മനസ്സിലാക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നില്ലേ? വെറുപ്പിച്ചും ചെയ്തു. രമേശ് ഇപ്പൊ ഒന്നും മുണ്ടണില്ലെങ്കിൽ മറ്റവന്റെ നാവ് ഇതുവരെ അടങ്ങണില്ല. നല്ലൊരു ഭരണം കിട്ടണമെന്ന് നമ്മള് ഇവിടെയൊക്കെ ഞങ്ങൾ അതിന് മാത്രം നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം. ഞാൻ 10 കൊല്ലം പിന്നെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഈ രാഹുലിനെ ഇപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയാൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെ, എല്ലാരും ക്രിസ്ത്യാനി ആകാൻ പാടില്ല, എല്ലാരും മുസ്ലിം ആകാൻ പാടില്ല. അതും കൂടി നമ്മൾ ഒന്ന് നോക്കണം. ഇപ്പോ ആവിൻ വർക്കൊന്നും പിന്നെ രാഹുലിന്റെ അവിടേക്ക് എത്തൂല. അല്ല, കഴിവിന്റെ കാര്യത്തില് ഞാൻ ഈ പറഞ്ഞ രാഹുലിന്റെ അവിടേക്ക് എത്തുന്ന ഒരു പ്രസിഡന്റിന് ഇല്ല. ഇവന്മാർക്ക് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നില്ലേ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങള്? ജനങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മറ്റോ കടിമുറുക്കി കൊണ്ട് നിൽക്കല്ലേ സതീശന്. അവൻ പാര വെച്ചുകൊണ്ടിരിക്കല്ലേ. പിണറായിന്റെ 150 കോടിയും മേടിച്ച് പോക്കറ്റിലിട്ടത് അവൻ നിഷേധിക്കണില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ അത് കള്ളനല്ലേ അവന്. മറ്റോ 1000 കോടിക്ക് വെക്കുമ്പോ 150 കോടി അതിന് മേടിക്കും. പിന്നെ ഓനും സുഖാണ്, ഇവനും സുഖാണ്. ഇവര് രണ്ടുപേരും കേരളത്തെ മുടിപ്പിച്ചേ പോവുള്ളൂ. ആദ്യത്തെ 5 വർഷം രമേശ് മേടിച്ച് ഇപ്പോഴത്തെ 5 വർഷം ഇവനും മേടിക്കണോ? കാരണം ഇവനെ അറിയാം കോൺഗ്രസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികാരത്തിൽ എത്തൂലെന്നില്ലേ. ഇത്ര ഒരു നാറി നമ്മള് എന്താ പറയാ. സുനിൽ സാറെ, ഈശ്വരൊന്നും പോരിയ തോമസ് സാറ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. 100 അല്ല 1000% എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു തെറ്റുമില്ല. ശതമാനം 100 ആണെങ്കിലും പുള്ളി 1000 കാര്യങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ പദവിയും കൊടുത്ത് ഇല്ലെങ്കിൽ പരാജയം തന്നെയാണ്, സംശയമൊന്നുമില്ല. 100% പുള്ളി പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുവാ BDയുടെ കൂടെ പുറത്ത് വരട്ടെ, അത് കൊണ്ടുവരണം ഇനി. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പുള്ളിയെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ വരുന്ന ഭവിഷ്യത്ത് വീണ്ടും അവർക്ക് തന്നെ ഭരണം പോകും. അത്രയേ ഉള്ളൂ വരാൻ പോകുന്നത്. ഇവരെങ്ങനെയെങ്കിലും ആൾക്കാരെ സോപ്പിട്ട് ഇവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരും.
പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള നമ്മുടെ തൊഴുത്തിൽ കുത്തുന്ന പരിപാടിയാണെങ്കിൽ വലിയ പാട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ സാറ് പറഞ്ഞ കറക്റ്റാണ്, ഡോക്ടർ തോമസ് സാറ് പറഞ്ഞ കറക്റ്റാണ്. ഇത് അവരെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോഴേ ഇത് മുന്നോട്ട് പോയാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് തന്നെയല്ലേ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കേസ് കൊടുക്കുന്ന അവരുടെ നല്ല വക്കീലിനെ കൊണ്ട് കേസ് കൊടുത്താൽ ആ ഈ ചാനൽ പൂട്ടിക്കാനുള്ള എല്ലാ റൈറ്റ് ഉണ്ട്. അത് പറയാനാ സാറേ, എല്ലാ ഐശ്വര്യങ്ങളും സാറിനുണ്ടാവട്ടെ. സാറിത് പുറത്ത് കൊണ്ടുവരുന്നിടത്തോളം കാലം എല്ലാം നന്നായി വരട്ടെ. സാറിന് ചങ്കൂറ്റവും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ. ഞാൻ വിളിക്കുന്നത് ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് രാജൻ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്, തിരുവല്ലക്കാരനാണ്. ഞാൻ വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഞാൻ സാറിന്റെ ന്യൂസ് കാണാറുണ്ട്. പക്ഷേ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വന്ന ശേഷം ഞാൻ സാറിന്റെ ന്യൂസാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ ബി.ഡി. സതീശനില്ലേ, ബി.ഡി. സതീശൻ, ഈ പുള്ളിക്ക് തലയ്ക്ക് പ്രാണാണോ? ഇയാളെ കോൺഗ്രസ്, ഇയാളെ തന്താടെ വകയാണോ ഇന്ത്യൻ കോൺഗ്രസ് എന്ന ഭാവമുണ്ട്? ഇവന്റെ തന്തയ്ക്ക് തിരുവനന്തപുരം കിട്ടിയ വകയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇവന്റെ അപ്പൻ ഇവന്റെ അമ്മയെ കെട്ടിയപ്പം കിട്ടിയ വകയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അവൻ പറഞ്ഞു കേട്ടില്ല. ഞാനല്ല ഏറ്റുന്നത്. ഇവനേക്കാ ഇവൻ ആരാ? ഇവന്റെ ഈ പട്ടി തായോളിയെ കൈ കിട്ടിയ ഞങ്ങൾ കാലവാരായിരിക്കും കേട്ടോ. പറഞ്ഞു ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരനാണ്. ഇവൻ ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് 56 വയസ്സുണ്ട് കേട്ടാ പറഞ്ഞു. ഞങ്ങളൊക്കെ അന്ന് കളിച്ച കളിക്ക് അന്ന് ഉണ്ടാക്കി വെച്ച സാധനം, തുരുമ്പ് പിടിച്ച സാധനം എന്റെയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. കുടുംബത്തിൽ ഇപ്പോഴും എന്റെ അപ്പുറപ്പന്മാരുണ്ടാക്കിയ സാധനം. ആ തുരുമ്പ് പിടിച്ച സാധനം ഇനി എടുക്കണമെന്ന് ഇവനോട് ചോദിക്കുക. മേല ഇത് ആവർത്തിക്കാൻ ഒരുങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അവന് ഒരു പെണ്ണിനെ പിടിച്ചിരിക്കട്ടെ, അല്ലെ ഒരു പെണ്ണിന്മാരുടെ ഇഷ്ടം ഉണ്ടായിട്ട് അയാൾ ചെയ്തപ്പം ഇവനാണോ ഇടത്ത് കടക്കി കൊണ്ട് പിടിച്ചു വെച്ച് കൊടുത്തത്? ആണോ പറയേണ്ട മര്യാദ? ഇതാണ് കാണിക്കേണ്ട രീതി. രാഹുൽ മാങ്കൂട്ടൻ പറയുന്ന ഒരു വാക്ക് അവന് പറയാൻ ഉറപ്പുണ്ടെങ്കിൽ ഇവന് നമുക്ക് ബഹുമാനിടാം. ഇവൻ പറയുമോ? വല്ലോന്റെയും ഇപ്പൊ പിണറായി വിജയന്റെ നരച്ച കൂടെ അതാ ഇവന് പറ്റിയ പണി. അല്ല വേറെ ഇവന് പറ്റിയ പണിയൊന്നും ഇല്ല. സത്യം, ഞാൻ തമാശ പറഞ്ഞല്ല. ഇവൻ കോൺഗ്രസിന്റെ അന്തകനാണ്. ഇവനെ നിങ്ങൾ ഞാൻ നിങ്ങളെ വേറൊരു കാര്യത്തിൽ അപ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് വെച്ചാല് നിങ്ങളാണ് ഇവനെ കേക്കച്ചന്റെ പേരിട്ടോ. ഇവന്റെ പേര് മാറ്റില്ല, ബിരുദ പേര് മാറ്റിയെടുക്കുക കേക്കച്ചന്റെ പേരിട്ടോ. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക സാറേ. സത്യമായും പറഞ്ഞത്. പെണ്ണ് വന്ന് ഉണ്ടാക്കി അങ്ങനെ പേര് രാഹുലിന്റെ പേര് എന്തൊരു കേസുണ്ടോ? പരാതി ഉണ്ടോ? ആഗ്രഹം ഉണ്ടോ? അവന് മാത്രം പരാതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.